നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം ഇന്ന് തെളിയും. പത്രിക പിൻവലിക്കാനുള്ള സമയം വൈകിട്ട് 3 മണി വരെ. ആന്തൂരിലെ 3 സീറ്റുകളിൽ കൂടി LDFന് ജയം. UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. ഒപ്പിട്ടത് തങ്ങളല്ലെന്ന് നാമനിർദ്ദേശകർ. പ്രകടന പത്രിക പുറത്തിറക്കി UDF. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N. വാസു അഴിക്കുള്ളിൽ തുടരും. റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ഉത്തരവുമായി കൊല്ലം വിജിലൻസ് കോടതി. A. പത്മകുമാറിനായി SIT നൽകിയ കസ്റ്റഡി അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കോടതിക്ക് പുറത്ത് N. വാസുവിനെതിരെ പ്രതിഷേധവുമായി BJP. ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. രാഹുൽ ഗാന്ധി വിട്ടുനിന്നതിൽ വിമർശനവുമായി BJP. സൂര്യകാന്തിന്റെ കാലാവധി 2027 ഫെബ്രുവരി വരെ. ആലപ്പുഴ കൈനകരി അനിത വധക്കേസിൽ 1-ാം പ്രതി പ്രബീഷിന് വധശിക്ഷ. ഗർഭിണിയായ അനിതയെ കൊലപ്പെടുത്തി കായലിൽ തള്ളിയത് 2021 ജൂലൈയിൽ. ശിക്ഷ വിധിച്ചത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. നയതന്ത്ര നീക്കവുമായി ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി കത്തയച്ച് ബംഗ്ലാദേശ്. നീക്കം വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ കരുതലോടെ പ്രതികരിക്കാൻ ഇന്ത്യ. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 1-ാം ഇന്നിംഗ്സിൽ 7 വിക്കറ്റ് നഷ്ടം. പൊരുതിയത് അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാൾ മാത്രം. കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ 3ഇടത്തുകൂടി LDFന് ജയം. 2ഇടങ്ങളിലെ UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. 18-ാം വാർഡായ തളിയിൽ LDF സ്ഥാനാർത്ഥിയായ KV പ്രേമരാജന് എതിരില്ല. 13-ാം വാർഡായ കോടല്ലൂരിൽ UDF സ്ഥാനാർത്ഥി ഷമീമയുടെ പത്രികയാണ് തള്ളിയത്. ഇതോടെ LDF സ്ഥാനാർത്ഥി E. രജിതയ്ക്കും എതിരില്ല. 5-ാം പീടിക 26-ാം വാർഡിൽ സ്ഥാനാർത്ഥി K. ലിവ്യ പത്രിക പിൻവലിച്ചതോടെ ഇവിടെയും LDF സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചു. ആന്തൂരിലെ UDF സ്ഥാനാർത്ഥികളെയും അവരുടെ നിർദ്ദേശകരെയും CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി ആരോപണം ഉയർന്നിരുന്നു. സ്ഥാനാർത്ഥികൾക്കും നിർദ്ദേശകർക്കും എതിരെയായിരുന്നു ഭീഷണി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള UDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം വാഗ്ദാനം ചെയ്യുന്നതാണ് പ്രകടന പത്രിക. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പൊതുജന ആരോഗ്യം, വന്യജീവി ശല്യം തടയൽ എന്നിവയ്ക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകും. ആശമാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും 2000 രൂപ അനുവദിച്ചു നൽകും. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് 2 വർഷത്തിൽ ഒരിക്കലാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ കാർബൺ ന്യൂട്രൽ ആക്കി മാറ്റും. ചരിത്രത്തിൽ ആദ്യമായി വാർഡുകൾക്ക് ഉപാധിരഹിതമായ ഫണ്ട് അനുവദിക്കുമെന്ന് പ്രകടന പത്രികയിൽ UDF പറയുന്നു. പ്രകടന പത്രികയിലെ പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമപരമോ സാങ്കേതികമോ ആയ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ UDF കൺവീനർ അടൂർ പ്രകാശ്, നേതാക്കളായ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ് തുടങ്ങിയവരും പങ്കെടുത്തു. വയനാട്ടിൽ കോൺഗ്രസിന് ആശ്വാസം. വിമത സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കും. ജഷീർ പള്ളിവയലും ബിനു ജേക്കബും ഒഴികെയുള്ള കോൺഗ്രസ് വിമതന്മാർ പത്രിക പിൻവലിക്കാൻ ധാരണയായി. ജഷീർ പള്ളിവയലും പിന്മാറുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് TJ ഐസക് പറഞ്ഞു. നമ്മൾ പാർട്ടിയിൽ ഞാനിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 2 സ്ഥാനാർത്ഥികൾ നിങ്ങൾ വിമതരാണെന്നൊക്കെ പറഞ്ഞാൽ അവർ പരസ്പരം കൈകൊടുത്ത് തിരിയാണ്. അപ്പം എല്ലാവരും പിൻവലിക്കും. ഇപ്പോൾ ജഷീർ പള്ളിവയൽ സ്വാഭാവികം അദ്ദേഹമൊക്കെ നമ്മളൊന്നും പാർട്ടി കമ്മിറ്റഡ് ആയിട്ടുള്ള ആളല്ലേ. അത് ബിനു ജേക്കബ് അടക്കം പിൻവലിക്കാൻ അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നെന്മേലിയിലെ സാഹചര്യം എങ്ങനെയാണ്? നെന്മേലിയിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, 4 സീറ്റുകളിലെങ്കിലും. എന്താണ് ഇപ്പോൾ ഒടുവിലത്തെ ഒരു ചിത്രം? ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. നെന്മേലിയിലെ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ചയിൽ ഞാനും പങ്കാളിയായതാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ വാർഡിലെ ഒരു പ്രശ്നം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഏതായാലും ഒരു സമയമുണ്ട്, അത് വീണ്ടും ആ ചർച്ച തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നണികൾക്ക് വിമത ഭീഷണി തുടരുന്നു. 4 വാർഡുകളിൽ LDFന് വിമതർ മത്സരരംഗത്തുണ്ട്.
വാടോട്ടുകോണം വാർഡിൽ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി KV മോഹനും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് K ശ്രീകണ്ഠൻ ഉള്ളൂരിലും ആനി അശോകൻ ചെമ്പഴന്തിയിലും CPMന് ഭീഷണിയാണ്. കാച്ചാണി വാർഡിൽ നെട്ടയം സതീഷും CPMന് ഭീഷണിയായി മത്സരരംഗത്തുണ്ട്. UDFനും കോർപ്പറേഷനിൽ വിമതർക്ക് കുറവില്ല. ഘടകകക്ഷിക്ക് നൽകിയ വാർഡുകളിലാണ് കോൺഗ്രസ് വിമതർ മത്സരരംഗത്തുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം ഇന്ന് വ്യക്തമാകും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം ഇന്ന് 3 മണി വരെയാണ്. പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം ഇന്ന് പകൽ 3 വരെയാണ്. അതിനുശേഷമായിരിക്കും വരണാധികാരികൾ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവിടങ്ങളിലും മത്സരാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാലാ ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. സ്ഥാനാർത്ഥിയുടെ പേര്, വിലാസം, അനുവദിച്ച ചിഹ്നം എന്നിവയാണ് ഈ പട്ടികയിൽ ഉണ്ടാവുക. വിമതരുടെയും ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥിത്വങ്ങൾ പിൻവലിക്കുന്നതോടെ മുന്നണികൾക്ക് ആശ്വാസമാകും. വിമത ഭീഷണിയുള്ള സ്ഥാനാർത്ഥികളെ അനുനയിപ്പിച്ച് പത്രിക പിൻവലിക്കാനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് പ്രകാരം 1,07,211 സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് സ്വീകരിച്ചത്. 2,479 പത്രികകൾ തള്ളി. അതേസമയം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ 26-ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ജീവനക്കാർക്കുള്ള ഉത്തരവ് ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവികൾ, വരണാധികാരികൾ, ഉപവരണാധികാരികൾ എന്നിവർ യഥാസമയം പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. വാസുവിന്റെ കസ്റ്റഡി കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കോടതിക്ക് പുറത്ത് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. പക്ഷേ വാസുവിന്റെ കസ്റ്റഡി കാലാവധി അപേക്ഷ നൽകിയിരുന്നു. അതിപ്പോൾ പരിഗണിച്ചിരിക്കുന്നു. 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും വിശ്വതി, ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ 14 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയതോടുകൂടിയാണ് ഇന്ന് വീണ്ടും കസ്റ്റഡി അപേക്ഷ കൊടുത്ത് റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും 14 ദിവസത്തേക്ക് വാസുവിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു. അല്പം മുമ്പാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വാസുവിനെ ഇവിടെ നിന്നും പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോയത്. വാസു വരുന്നത് അല്ലെങ്കിൽ ഈ കേസ് പരിഗണിക്കുന്നതിനെ അറിഞ്ഞ് BJP പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ കോടതിക്ക് പുറത്തുണ്ടായിരുന്നു. അല്പം മുമ്പാണ് പ്രതിഷേധവും ഒക്കെ തന്നെ കെട്ടടങ്ങിയത്. കാര്യം ഇപ്പോൾ വിജിലൻസ് കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വാസുവിനെ റിമാൻഡ് കാലാവധി നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം വാസുവിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ നാളെ 3 പേരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാന വാർത്ത തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പത്മകുമാറിൻ്റെയും ബിജുവിൻ്റെയും ഒക്കെ ജാമ്യാപേക്ഷ, വാസുവിൻ്റെയും ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അതിനോടൊപ്പം തന്നെയാണ് പത്മകുമാറിൻ്റെ കസ്റ്റഡി അപേക്ഷ കൂടി പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അത് മറ്റന്നാളായിരിക്കും. കസ്റ്റഡി അപേക്ഷ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതി മുമ്പാകെ അറിയിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് മറ്റന്നാളായിരിക്കും. പക്ഷേ 3 പേരുടെയും ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നീക്കങ്ങളിലൂടെയാണ് SIT സംഘം മുന്നോട്ട് പോകുന്നത് എന്ന് വേണം ഈ നടപടികളിലൂടെയും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നടപടിക്രമങ്ങളിലൂടെയും മറ്റുമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം വാസുവിൻ്റെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കസ്റ്റഡി കാലാവധി നീട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് SIT സംഘം വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് നീട്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ SIT സംഘം കൃത്യമായ അന്വേഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കോടതിയും അതിനനുസരിച്ച് അല്ലെങ്കിൽ കൃത്യമായ ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പുറത്തു വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ കോടതിയും അത്തരത്തിൽ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളിൽ തന്നെയാണ് കോടതി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കോടതിയുടെ ഭാഗത്തു നിന്നും റിമാൻഡ് നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവിനെ നമ്മൾ
നമുക്ക് ആ രീതിയിൽ വേണം കാണാൻ. ഒപ്പം തന്നെ ഈ ജാമ്യാപേക്ഷ 3 പേരുടെയും ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് പത്മകുമാറിൻ്റെ കസ്റ്റഡി അപേക്ഷ. പത്മകുമാറിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്മകുമാറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ തെളിഞ്ഞ കൂടുതൽ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് പത്മകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ കൂടുതൽ പത്മകുമാറിനുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിൻ്റെ കസ്റ്റഡി കാലാവധി SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ ഇന്ന് വിജിലൻസ് കോടതി മുമ്പാകെ അവർ SIT മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന കാര്യത്തിൽ പത്മകുമാറിൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കുന്ന കാര്യത്തിലുള്ള വിജിലൻസിൻ്റെ തീരുമാനം മറ്റന്നാൾ ഉണ്ടാകും. അശ്വതി. സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കൊല്ലത്ത് നിന്ന്. ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं सूर्यकांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, ईश्वर की शपथ लेता हूँ ईश्वर की शपथ लेता हूँ कि मैं ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ, ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കുടുംബാംഗങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി. 1962 ഫെബ്രുവരിയിൽ ഹരിയാനയിലെ ഹിസാർ ഗ്രാമത്തിൽ കർഷക കുടുംബത്തിലായിരുന്നു സൂര്യകാന്തിന്റെ ജനനം. സംസ്കൃത അധ്യാപകനും കർഷകനുമായ അച്ഛനിൽ നിന്ന് മാറി നിയമവഴിയിലൂടെയായിരുന്നു സൂര്യകാന്തിന്റെ യാത്രകൾ. 1984 നിയമത്തിൽ ബിരുദം. പിന്നീട് കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ 1ാം ക്ലാസ്സോടുകൂടി ബിരുദാനന്തര ബിരുദം നേടി അഭിഭാഷക വൃത്തിയിലേക്ക്. പിന്നീട് പടിപടിയായി പദവികൾ തേടിയെത്തി. ഹിമാചൽ പ്രദേശിൻ്റെയും ഹരിയാനയുടെയും ചീഫ് ജസ്റ്റിസ് ചുമതല വഹിച്ചു. 2019 സുപ്രീം കോടതി ജഡ്ജിയായി ചുമതല ഏറ്റെടുത്തു. ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായി. 2027 ഫെബ്രുവരി 9 വരെയുള്ള 15 മാസം ജസ്റ്റിസ് സൂര്യകാന്തിന് പദവിയിൽ തുടരാനാകും. കേരളത്തിലെ SIR കേസ് ഉൾപ്പെടെ ഇനി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിൽ വായുമലിനീകരണം കൂടി. അക്ഷർധാം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ തോത് 430 ഇന്ത്യ ഗേറ്റ്, മയൂർ വിഹാർ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ മലിനീകരണ തോത് 400-നടുത്താണ്. അതേസമയം മലിനീകരണം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ ഡൽഹി സർക്കാർ സ്വീകരിച്ചു വരികയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ പരിശോധിച്ചു മാത്രമാണ് രാജ്യ തലസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. 50% ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തിന് വീണ്ടും കത്തയച്ചു. സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്താൻ ഷെയ്ഖ് ഹസീന വംശഹത്യ നടത്തിയെന്നും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ് ഇതെന്നുമാണ് കോടതി വിധിച്ചത്. ദി ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഓഫ് ബംഗ്ലാദേശാണ് വധശിക്ഷ വിധിച്ചത്. വധശിക്ഷയെ ചരിത്രപരമായ വിധി എന്നാണ് ബംഗ്ലാദേശ് സർക്കാർ വിശേഷിപ്പിച്ചത്. അതേസമയം വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കേസിൽ പ്രതിയായ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഡൽഹി പോലീസിന്റെ വാദമാണ് ഇന്ന് പ്രധാനമായി നടക്കുക. കലാപമുണ്ടാക്കാൻ ഭീകര ഫണ്ടിംഗ് നടന്നെന്നും പ്രതികൾക്ക് പണം ലഭിച്ചെന്നും കേന്ദ്രം ആരോപിച്ചിരുന്നു. രാജ്യത്തെ വിഭജിക്കണം എന്ന തുക്കടെ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് ഉമർ ഖാലിദ് എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത്. കലാപസ്ഥലങ്ങളിൽ പ്രതികളുടെ സാന്നിധ്യത്തിന് തെളിവുകളുണ്ട്. പ്രതികൾ സഹകരിച്ചാൽ 2 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ ആകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഡൽഹി ഭീകരാക്രമണ കേസിലെ ഡോക്ടർമാർക്ക് നൽകിയത് 5 വർഷത്തെ പരിശീലനം. പ്രത്യേക ആശയത്തിനു വേണ്ടി മാനസികമായി പരിശീലനം നൽകി. മുസമിൽ ഷെയ്ഖ്, ഹസീൻ സെയ്ദ് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിലാണ് പരിശീലനം നൽകിയിട്ടുള്ളത്. AI വീഡിയോകൾ ഇതിനായി ഉപയോഗിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ അൽഫലാഖ് സർവകലാശാല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി സ്ഥലം വാങ്ങാൻ വ്യാജരേഖകൾ ഉപയോഗിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. 2020 മുതൽ തുടങ്ങിയ ആസൂത്രണവും പരിശീലനവുമാണ് ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾ നടത്തിയത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. രാജ്യവിരുദ്ധ ആശയങ്ങൾ ഡോക്ടർമാരിലേക്ക് എത്തിച്ചത് 5 വർഷം കൊണ്ടാണ്.
ഡൽഹി ഭീകരാക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ട് 2 വർഷമായി എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഡോക്ടർ മുസമിലാണ് ഇതിന് നേതൃത്വം നൽകിയത്. ചാവേറാക്കാനുള്ള പരിശീലനങ്ങൾക്കൊപ്പം മറ്റ് ചില ആശയങ്ങളിലേക്ക് കൂടി ഇവരെ എത്തിക്കാൻ കൃത്യമായ പരിശീലനം നൽകിയിട്ടുണ്ട്. മുസമിൽ ഷേഖ്, ഷഹറിൻ സെയ്ദ് എന്നിവർക്കാണ് തുടക്കത്തിൽ പരിശീലനം നൽകിയത്. AI സംവിധാനത്തോടെയും അല്ലാതെയും വ്യാജ വീഡിയോകൾ കാണിച്ചായിരുന്നു കൂടുതലും മാനസികമായി ഇവരെ പ്രത്യേക ആശയത്തിലേക്ക് എത്തിച്ചത്. പാക് ഭീകര സംഘടനകളുടെ സാന്നിധ്യവും ഇക്കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഷഹീൻ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് ചില സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തിയിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഡോക്ടർ ആദിലിന്റെ ഷെൽഫിൽ നിന്ന് കണ്ടെത്തിയ തോക്ക് തുർക്കിയിൽ വെച്ച് 6 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതാണെന്ന് കസ്റ്റഡിയിലുള്ള ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെ അൽ ഫലാഹ് സർവകലാശാല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി സ്ഥലം വാങ്ങാൻ വ്യാജരേഖകൾ ഉപയോഗിച്ചതായി വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം രേഖകൾ നൽകിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പാകിസ്ഥാനിലെ പെഷവാറിൽ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് ചാവേർ ആക്രമണം. അർദ്ധസൈനിക വിഭാഗമായ FCയുടെ ആസ്ഥാനത്താണ് അജ്ഞാതരായ ആയുധധാരികൾ ആക്രമണം നടത്തിയത്. 3 കമാൻഡോകൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഥലത്തുനിന്ന് പലവട്ടം സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഹെഡ്ക്വാർട്ടേഴ്സ് കവാടത്തിലും കോമ്പൗണ്ടിലും ആക്രമണം നടന്നു. ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ ഇനിയും തീവ്രവാദികൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. പോലീസും സൈന്യവും മേഖലയിൽ എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. റോഡുകൾ അടച്ച് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഈ വർഷം ആദ്യം കൊറ്റയിലെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തും കാർ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. അന്ന് 10 പേരാണ് കൊല്ലപ്പെട്ടത്. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ താഴ്ത്തിയ പ്രതിക്ക് വധശിക്ഷ. മലപ്പുറം മുതുകോട് സ്വദേശി പ്രബീഷിനാണ് വധശിക്ഷ വിധിച്ചത്. പുന്നപ്ര സ്വദേശി അനിത ശശിധരനാണ് കൊല്ലപ്പെട്ടത്. പ്രബീഷുമായുള്ള ബന്ധത്തിൽ ഗർഭിണിയായ അനിതയെ പെൺസുഹൃത്തിന്റെ സഹായത്തോടെ കായലിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. 2ാം പ്രതി ഇയാളുടെ സുഹൃത്ത് കൈനകരി സ്വദേശിനി രജനിയെ കുറ്റക്കാരിയായി കണ്ടെത്തിയിരുന്നു. ഒഡീഷയിൽ ലഹരി കേസിൽ ജയിലിൽ കഴിയുകയാണ് ഇവർ. ഇവരെ നേരിട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി. രജനിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശിക്ഷ വിധിക്കും. 2021 ജൂലൈ 9-നാണ് കൊലപാതകം നടന്നത്. കഴിഞ്ഞ 25-നായിരുന്നു പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. കോട്ടയം മാണിക്കുന്നത്ത് യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ടത് പുതുപ്പള്ളി സ്വദേശി ആദർശാണ്. നഗരസഭ മുൻ കൗൺസിലറും മകനും കസ്റ്റഡിയിലായി. പാതുക്കലിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ട ആദർശും പ്രതി അഭിജിത്തും തമ്മിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അഭിജിത്തിന്റെ വീടിന് മുന്നിൽ വെച്ച് ഇരുവരും പരസ്പരം മർദ്ദിക്കുന്നതും അഭിജിത്തിന്റെ വീട്ടുകാർ ഇരുവരെയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതിന് ശേഷമാണ് ആദർശിന് കുത്തേറ്റത് എന്നാണ് കരുതുന്നത്. കുത്തേറ്റ് നിലത്തു വീണ ആദർശിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കോട്ടയം പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയാണ് കൊല്ലപ്പെട്ട ആദർശ്. കോട്ടയം നഗരസഭ മുൻ കൗൺസിലർ അനിൽകുമാറിന്റെ മകനാണ് ആദർശിനെ കുത്തിയ അഭിജിത്ത്. ഇവർ തമ്മിൽ ലഹരി സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി തർക്കം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി സുഹൃത്തിനൊപ്പം അഭിജിത്തിന്റെ വീട്ടിലെത്തിയ ആദർശ് അഭിജിത്തുമായി വഴക്കുണ്ടായതിനിടെയാണ് അഭിജിത്ത് കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് ആദർശിനെ കുത്തിയത്. സംഭവത്തിൽ അഭിജിത്തിനെയും പിതാവ് അനിൽകുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അമൃത ന്യൂസ്, കോട്ടയം. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെയും ഡ്രൈവറെയും വെട്ടിയ സംഭവത്തിൽ 5 പേർ കസ്റ്റഡിയിൽ. എറണാകുളത്ത് നിന്നും തൃശൂരിൽ നിന്നുമായാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. തൃശൂർ ഒല്ലൂർ സ്വദേശി സിജോയുടെ നേതൃത്വത്തിലാണ് കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊട്ടേഷന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. ഒല്ലൂർ സ്വദേശി സിജോ ആണ് കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത്. ഇയാൾ നേരിട്ടാണോ അതോ മറ്റാരെങ്കിലും ഇയാൾക്ക് കൊട്ടേഷൻ നൽകിയതാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. നിരവധി ബിസിനസ് പങ്കാളികളും പണമിടപാടുമുള്ള സുനിലിന് ശത്രുക്കൾ ഏറെയുണ്ടെന്നാണ് കണ്ടെത്തൽ. ആരാണ് ഏതു സാഹചര്യത്തിലാണ് കൊട്ടേഷൻ നൽകിയതെന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. കസ്റ്റഡിയിലുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. കഴിഞ്ഞ ദിവസമാണ് രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ രാഗം സുനിലിനെയും ഡ്രൈവറെയും കൊട്ടേഷൻ സംഘം ആക്രമിച്ചത്. 6 പേരാണ് കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്നത്. 2 ഇന്നോവ കാറുകളിലായാണ് സംഘം എത്തിയത്. വെളപ്പായയിൽ സുനിലിന്റെ വീടിന് മുമ്പിൽ വെച്ച കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന സംഘം വടിവാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് വെട്ടേറ്റത്.
പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അധികാര വടംവലി രൂക്ഷമാണ്. മുഖ്യമന്ത്രി പദവി സിദ്ധരാമയ്യയിൽ നിന്ന് ശിവകുമാറിന് കൈമാറണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പാർട്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ശിവകുമാറിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് MLA-മാരുടെ മൂന്നാമത്തെ സംഘം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിരുന്നു. സർക്കാരിന്റെ ഭരണകാലാവധിയുടെ പകുതി പിന്നിട്ട സാഹചര്യത്തിൽ അധികാര പങ്കിടൽ ഫോർമുല നടപ്പിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ച MLA-മാരുടെ 2 സംഘങ്ങൾ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡിനെ കണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം സിദ്ധരാമയ്യയോട് കൂറുള്ള മുതിർന്ന നേതാവും മന്ത്രിയുമായ KJ ജോർജുമായി ശിവകുമാർ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ചർച്ച നടത്തിയിരുന്നു. വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഖാർഗെ മാധ്യമങ്ങളെ അറിയിച്ചത്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും ഖാർഗെ പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മധ്യ തെക്കൻ ജില്ലകളിലാണ് കനത്ത മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. നവംബർ 25 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. ഇടിമിന്നലോടുകൂടിയ മഴയാണ് ഇവിടങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്നും തുറസായ സ്ഥലങ്ങളിൽ തുടരരുത് എന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 24 മുതൽ 55 കിലോമീറ്റർ വരെയും ചിലയവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ 25-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും അയ്യപ്പ ഭക്തരുടെ വരവ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ നിന്നും വ്യത്യസ്തമായി ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇന്ന് ഇതുവരെ 54,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. നട തുറന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് ദർശനം നടത്തിയത് 6.5 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ്. രജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. കാരണം രാവിലെ മുതൽ തന്നെ ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ കൃത്യമായ നിയന്ത്രണങ്ങളോടുകൂടി അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാന കാര്യമാണ്. ഇന്നലെ വരെ ശബരിമലയിൽ 79,000-ഓളം അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഇപ്പോൾ ഉച്ചവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം 40,000-ത്തിനടുത്ത് അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്തി എന്നതാണ്. ഇന്നലെ എന്നാൽ ഈ കണക്ക് വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ അയ്യപ്പ ഭക്തർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്തുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്ന് തന്നെ ആയാലും സുഗമമായ ദർശനം എല്ലാവർക്കും സാധ്യമാകുന്നു എന്നതാണ്. നിയന്ത്രണ വിധേയമായി തന്നെ അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിലെത്തി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്നുണ്ട്. എങ്ങും തന്നെ വലിയ ഒരു നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. നിലവിൽ പമ്പയിലും അതുപോലെ തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും എത്തുന്നതിന് മഴ ഒരു നേരിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ചാറ്റൽ മഴ തുടരുകയും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയും ചെയ്യുന്നത് അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനെത്തുന്നതിന് ചെറിയ രീതിയിൽ തടസ്സമാകുന്നുണ്ട്. എങ്കിൽ തന്നെയും അയ്യപ്പ ഭക്തരുടെ വരവിന് യാതൊരു കുറവും സന്നിധാനത്തില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഒരുപക്ഷെ ശബരിമലയിൽ ഉണ്ടായേക്കും. കൂടുതൽ അയ്യപ്പ ഭക്തർ ഇനിയുമുള്ള ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് എത്താനാണ് സാധ്യത. അത് അന്യ സംസ്ഥാനങ്ങളിൽ നടക്കം കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട്. നിലവിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടില്ലെങ്കിലും ഒരുപക്ഷെ വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കും. എന്തുതന്നെയായാലും മുമ്പുണ്ടായ തരത്തിലുള്ള ഒരു വലിയ തിക്കും തിരക്കും ശബരിമലയിൽ ഉണ്ടാകുന്നില്ല എന്നത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. കൂടുതൽ അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളുന്നതിനും കൂടുതൽ അയ്യപ്പ ഭക്തരെ ദർശനം സാധ്യമാക്കുന്നതിനുമായി കേന്ദ്രസേനയടക്കം നമുക്കറിയാം സന്നിധാനത്ത് ഉണ്ട്. ഒപ്പം തന്നെ നാളെ
പോലീസിൻ്റെ പുതിയ ബാച്ചും ചുമതലയേൽക്കുകയാണ്. കൂടുതൽ പരിചയസമ്പന്നതയുള്ള പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബാച്ചായിരിക്കും വരും ദിവസങ്ങളിലെത്തുക. ഒരുപക്ഷേ നമുക്കറിയാം, മണ്ഡലപൂജ സമയത്തേക്ക് കൂടി അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നിയന്ത്രിക്കത്തക്ക രീതിയിലുള്ള പോലീസുകാരെ സന്നിധാനത്ത് വിന്യസിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ പോലീസുകാരെ ആ സമയത്തേക്ക്, മണ്ഡലപൂജ സമയത്തേക്ക് വിന്യസിക്കുകയും ചെയ്യും. ഇനി ഒപ്പം തന്നെ NDRFൻ്റെയും RAFൻ്റെയും ടീമുകളും സന്നിധാനത്തുണ്ട്. 140ഓളം അംഗ RAF ടീമാണ് സന്നിധാനത്ത് ഇപ്പോൾ ഉള്ളത്. മണ്ഡല മകരവിളക്ക് കാലത്തേക്ക് കൂടുതൽ പേരെ സന്നിധാനത്തേക്ക് കേന്ദ്രസേനയും എത്തും എന്ന കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ പോകുന്നത് ഏറെ ആശ്വാസകരമാണ്. മഴ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ദക്ഷിണാഫ്രിക്കയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 489 റൺസിന് മറുപടി ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഇപ്പോൾ 7 വിക്കറ്റിന് 170 റൺസ് എന്ന നിലയിലാണ്. 58 റൺസ് എടുത്ത ജയ്സ്വാളാണ് ഇന്ത്യൻ നിരയിൽ പിടിച്ചു നിന്നത്. വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.